കുട്ടികളെ ഒരു പ്രോബ്ലം കൂടി ഇവിടെ നോക്കൂ. ഒരു സർക്യൂട്ട് ഉണ്ട് ഇവിടെ, 2 ഓം 5 ഓം. എത്ര വോൾട്ടാ ബാറ്ററി? 7. പറ, സഫല പ്രതിരോധം കണക്കാക്കാം. സിമ്പിൾ അല്ലേടാ, ഇക്വേഷൻ ഇല്ലെങ്കിലും നിങ്ങൾ ചെയ്യും, കൂട്ടിയാ മതി ഇല്ലേ? എന്താ കാരണം? ശ്രേണി, സീരീസ്. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വേണമെങ്കിൽ ഇക്വേഷൻ കൊടുത്തേക്ക, R ഈക്വൽ ടു R1 പ്ലസ് R2. 2 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 7 ഓം. സിമ്പിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ക്ലിയർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2 ഓം പ്രതിരോധകത്തിലെ വൈദ്യുതി എത്ര? ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സീരീസ് ആണ്, ശ്രേണിയാണ്. അപ്പോ ഈ 7 വോൾട്ട് ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒഴുകി വരുന്ന കറണ്ട് എത്രയാ നോക്കുക. സർക്യൂട്ടിലെ മൊത്തം കറണ്ട് എത്രയാ നോക്കുക. ആ കറണ്ട് തന്നെയാണ് ഇതിലുണ്ടാവുക. പഠിച്ചിട്ടുണ്ട്, സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് സെയിം ആയിരിക്കും. അപ്പൊ ബി ക്വസ്റ്റ്യന്റെ ആൻസർ I ഈക്വൽ ടു V/R. മൊത്തം കറണ്ട് കണ്ടുപിടിക്കുക. ഇവിടുന്ന് ഈ പോസിറ്റീവ് ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന കറണ്ട് എത്രയാന്ന് കണ്ടുപിടിക്കുക. പറ, വിയുടെ വില എത്രയാ? 7. എത്രയാ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്? 7. 7/7 1 ആംപിയർ. അതായത് ഇവിടുന്ന് ഒഴുകി വരുന്ന കറണ്ട് 1 ആംപിയർ. ശ്രേണി രീതി, സീരീസ് കോമ്പിനേഷന്റെ പ്രത്യേകതയാണ് ഈ ഒഴുകി വരുന്ന കറണ്ട് ഇതിലും തുല്യമായിട്ടുണ്ടാകും. 1 ആംപിയർ 1 ആംപിയർ. ഇത് മറക്കാണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. 2 ഓമിലെ വൈദ്യുതി സമം 1 ആംപിയർ. എന്താ കാരണം? സർക്യൂട്ടിൽ നിന്ന് ഒഴുകി വരുന്ന കറണ്ട് എത്രയാണോ അതാണ് രണ്ടെണ്ണത്തിൽ ഉണ്ടാവുക. ഇത് 2 ഓമാണ്, ഇത് 5 ഓമാണ്. അത് നോക്കണ്ട. ശ്രേണി രീതിയുടെ പ്രത്യേകതയാണ് വൈദ്യുതി രണ്ടെണ്ണത്തിലും തുല്യമായിരിക്കും. ഓക്കെ.